ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ക്ലാസ് വീഡിയോ ആണ്. ഫ്രീ ക്ലാസ്, നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ക്ലാസ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ചോദിച്ചായിരുന്നു, ചേച്ചി ഈ ക്ലാസ് വെക്കുന്നില്ലേ, ക്ലാസ് വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ടൈം കിട്ടാഞ്ഞതുകൊണ്ടാണ് ഇടാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് ക്ലാസ് വീഡിയോയ്ക്കൊരു ഡിലേ വന്നത്. സോറി കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് അടുത്തൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഈ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട്, കുഞ്ഞു ഐറ്റംസൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്, ചെയ്ത് നോക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്, അല്ലാതെ അവർക്കറിയില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണമെന്നുണ്ട്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. വൈറ്റ് ബീഡ്സ് വെച്ചുള്ള ഹെയർ ബോയ് ആണ് ആദ്യം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ സ്റ്റാർ ബീഡ്സും എടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ പോലത്തെ ടൈപ്പുള്ള സ്റ്റാർ ബീഡ്സ് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഗ്ലൂ ഇച്ചിരി അതിൻ്റെ ഒരു നിബ്ബ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രസ് ചെയ്യാൻ പറ്റില്ല. പ്രസ് ചെയ്താൽ നല്ലപോലെ ഗ്ലൂ വരും. അപ്പോൾ അത് പോയത് കൊണ്ട് അപ്പം നമ്മളിതാ എൻഡ് ബീഡ്സ് ആദ്യം വെച്ച് പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റിക്കായില്ല കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റിക്കാവില്ല. അതിന് ശേഷം നമ്മുടെ കയ്യിൽ ചെറിയ സ്മോൾ ബീഡ്സ് ഉണ്ട്. അത് 4 mm ബീഡ്സും ഞാൻ 8 mm ബീഡ്സും, ഈ 2 ബീഡ്സുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ 4 mm ആണ് ഇട്ട് കൊടുക്കുന്നത്. സ്മോൾ ബീഡ്സ് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 8 mm ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡിൽ ഇട്ട് കൊടുത്ത പോലെ തന്നെ ബീഡ്സ് ഇവിടെയും ഈ സൈഡിലും ഒരേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് കുറച്ച് കൂടി നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ ഗ്ലൂ ഇടയ്ക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ ഗ്ലൂവിൻ്റെ ഇങ്ങനെ നിബ്ബ് പോലത്തെ ആ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്ത് കൊടുക്കാഞ്ഞത്. ഒരുപാട് ഗ്ലൂ വരും, അപ്പോൾ ഇതിലെല്ലാം പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കൊടുക്കാഞ്ഞത്. നിങ്ങൾ ഇന്നപ്പം ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരുന്നോളും. അടുത്തത് ചെയ്യുന്നത് ബാക്കി വന്ന ഗിൽറ്റർ ട്യൂബ് വെച്ചിട്ടാണ്. ഗിൽറ്റർ ട്യൂബും സാറ്റിൻ ബോയും പിന്നെ സെൻറ്റർ ക്ലിപ്പും പിന്നെ ക്യാൻവാസും, ഇത് ഇത്രയും വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ആദ്യം ഗിൽറ്റർ ട്യൂബ് ഇച്ചിരി ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളതിങ്ങനെ റൗണ്ട് ചെയ്ത് ചുറ്റി എടുക്കണം. പക്ഷെ കുറച്ച് പാടായിരിക്കും, ഇങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കാനായിട്ട് കുറച്ച് പാടാണ്. പെട്ടെന്നൊന്നും സ്റ്റിക്കാകത്തില്ല, അപ്പം നമ്മുടെ കയ്യിലെല്ലാം ആകും. ഓക്കെ, അപ്പം നമ്മളൊന്ന് ചുറ്റി ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഗ്ലൂ തേച്ച് അപ്ലൈ ചെയ്തുകൊണ്ടാട്ടോ നമ്മൾ റൗണ്ട് ചെയ്യുന്നത്.
അലിഗേറ്റർ ക്ലിപ്പിൽ പോം വെച്ചിട്ട് എടുക്കുവാണ്. ഫ്ലവറേ കയ്യിലുള്ളെങ്കിലും അത് വെച്ചിട്ടും ഒരു ഹെയർ ക്ലിപ്പായി. അടുത്തത് അലിഗേറ്റർ ക്ലിപ്പും സ്മാൾ റോസും വെച്ചിട്ടാണ്. അതിൻ്റെ കൂടെ ഫോം ഷീറ്റും എടുക്കുന്നുണ്ട്. ഫോം ഷീറ്റ് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഐറ്റംസാണ് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാം സിമ്പിളായിട്ട് ചെയ്യാവുന്നത് മാത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള കേട്ടോ. 2 ബോ ചെയ്തിട്ട് ബാക്കി വരുന്ന ഗിൽറ്റർ ട്യൂബ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക്